കുട്ടിയുടെ മൂത്ത കൊച്ചു പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു മീൻസ് ആ കൊച്ചു പലപ്പോഴും അല്ല ആ കുട്ടി പലപ്പോഴും അന്ത്യരംഗത്തുള്ള ഈ പ്രതിയോടൊപ്പം ഉറങ്ങിയിട്ടുണ്ട്. അച്ഛനൊരു ഇരുമ്പിന്റെ ടോർച്ച് ഉണ്ടായിരുന്നു, നല്ല പവർ കൂടിയത്. ഇത് കൃത്യമായി ആ കുട്ടിയെ കൊണ്ട് ആരോ പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് എന്നുള്ളത്, ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിലാണ് ഇയാൾ ഇവിടെ വന്ന് ഈ മൂത്ത കുഞ്ഞിൻ്റെ കൂടെ ഇവിടെ കിടന്നുറങ്ങിയിട്ടില്ലേ? ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു ഇവിടുന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് രണ്ടാമത്തെ. ചേച്ചിയും കുട്ടീനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? എങ്ങനെയാ കുട്ടിയുടെ ഒരു പ്രകൃതവും സംസാരമൊക്കെ എങ്ങനെയാണ്? നല്ല സ്മാർട്ട് കൊച്ചാണ്. ഈ രണ്ടാമത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും അകത്ത് മാത്രമായി. വൈഫ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതെന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? ആ കുട്ടി താമസിച്ചിരുന്നത് ഈ വീട്ടിലാണ്, പ്രതി താമസിച്ചിരുന്നത് ഇവിടെയാണ്. അംഗനവാടിയിൽ നല്ല കൊച്ചായിട്ടാണോ ഈ കുട്ടി ഇരിക്കുന്നത്? മോൻ ഒരുപാട് പ്രാവശ്യം വർത്താനം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? നിലത്ത് വീണ് ഉടുപ്പിൽ മണ്ണ് പറ്റുകയൊക്കെ ചെയ്യുമ്പോൾ ഈ അംഗനവാടി ടീച്ചേഴ്സൊക്കെ എന്താ ചെയ്യുക? ആ ഉടുപ്പ് മാറ്റിയിട്ട് വേറെ ഉടുപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടി സ്പെയർ ഉടുപ്പൊക്കെ കുട്ടിയുടെ അമ്മ ബാഗിൽ കരുതിയിട്ടുണ്ടാവും. ഒരു പെൺകുട്ടിയെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് കൂടുതലും പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്, ഇവർ കുറ്റക്കാർ തന്നെയാണ്. ഇവർക്കെതിരെയും എഫ്ഐആർ ഇടണം. നമസ്കാരം, ഞാൻ ജെയിംസ് എന്ന് പറയുന്ന ആ പരമദ്രോഹി ആ കുട്ടിയെ ഈ അംഗനവാടിയിൽ കൊണ്ടുവന്ന് വിട്ടിരുന്നു. ആ കുട്ടി പഠിച്ച അംഗനവാടിയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഇവിടെ കൊണ്ടുവന്ന് വിടുവാനും ഇവിടുന്ന് അംഗനവാടി കഴിഞ്ഞ് തിരിച്ച് കൂട്ടിക്കൊണ്ടു പോകാനും പലവട്ടം ഇവിടെ വന്നിരുന്നു. ആ കുട്ടിയുമായി ഇവിടേക്ക് അവൻ നടന്നു വരികയാണെങ്കിലും അല്ലെങ്കിൽ സൈക്കിളിൽ വന്നാലും അവൻ എങ്ങനെ വന്നാലും ആ കുട്ടിയുമായി ഒരുപാട് സമയം അവൻ ഒറ്റയ്ക്ക് ചെലവിട്ടിരുന്നു. ഈ മെയ് 27 കുട്ടിക്ക് 4 വയസ്സും 7 മാസവും തികയുകയാണ്. ഇപ്പോൾ കുഞ്ഞിന് 4.5 വയസ്സ് പിന്നിട്ടിരിക്കുന്നു. ഈ അംഗനവാടിയിൽ വന്നിരുന്ന ദിനങ്ങളിലെല്ലാം ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. പ്രകൃതി വിരുദ്ധ പീഡനം മുതൽ എല്ലാ രീതിയിലുമുള്ള ആക്രമണം ആ കുട്ടി ഏറ്റുവാങ്ങിയിരുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ നെഞ്ച് കിടുങ്ങിപ്പോകുന്നു. നമുക്കത് പോയിട്ട് ആ കുട്ടിയെ പഠിപ്പിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ ടീച്ചേഴ്സ് അവർക്ക് എന്താ പറയാനുള്ളത് നോക്കാം. കുട്ടി ഉണ്ടായിരുന്ന അംഗനവാടിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇതാ താഴിട്ട് ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. 2-3 ദിവസമായിട്ട് നമ്മൾ മീഡിയ കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഇന്നലെ പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണല്ലേ? ഇനി ഒന്നും അറ്റൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ആണല്ലേ? എന്തായിരുന്നു ആ കുട്ടിയുടെ ഒരു ഞാനിത് പറയുന്നത് അവർ നമ്മളോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനി ഒന്നും പറയണ്ട എന്നുള്ള ദർശനം, കാരണം പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ICDS കൊച്ച് നല്ല സന്തോഷത്തോടെ ആയിരുന്നു ഇവിടെ വന്നുകൊണ്ടിരുന്നത്. നല്ല ഹാപ്പി ആയിരുന്നു കൊച്ച്. കൊച്ചിന് സങ്കടമോ അങ്ങനെ എന്തെങ്കിലും വന്ന സമയത്ത് എന്തെങ്കിലും സങ്കടമോ അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ഇവിടെ വരുന്ന സമയത്ത് കൊച്ചു ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇപ്പോൾ ഓ ശരി ശരി ശരി. 20-ാം തീയതി രാവിലെ മുതൽ 2 ദിവസമായിട്ട് കണ്ടിന്യൂസ്. അതുകൊണ്ടാണ് ഇന്നലെ പ്രസിഡന്റ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. കൂട്ടിയിട്ടേക്കാൻ പറഞ്ഞല്ലേ? ഈ കുട്ടി ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഈ കുട്ടീനെ കാണുകയല്ലേ രാവിലെ? എന്തെങ്കിലും ഒരു ദുഃഖത്തോടെയോ കരഞ്ഞോട്ടോ അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള കൊച്ചാണ്? അംഗൻവാടി വർക്കറുടെ ഒരു ഇത് ഞങ്ങളുടെ ഭാഗത്ത് വരാൻ പാടില്ലെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അല്ലേ? ആ കുട്ടി ഇവിടെ വരുന്ന സമയത്ത് ആ കുട്ടിയുടെ മുഖത്തുള്ള ഒരു വിഷമോ സങ്കടമോ നിങ്ങൾ ഒരു ദിവസം പോലും കണ്ടിട്ടില്ല? ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ ഈ അംഗൻവാടി 14 കുട്ടികളുടെ അംഗൻവാടി ഞങ്ങള് അപ്പൊ തന്നെ പേരൻസിന് കൊച്ചിന് ഉറക്കം തോന്നിയാൽ പോലും പേരൻസിനെ അറിയിക്കും. കുട്ടിയുടെ മേത്ത് വെള്ളം വീണിട്ടോ മറ്റോ എന്തെങ്കിലും ഉടുപ്പ് മാറ്റോ അങ്ങനെ സാഹചര്യത്തിൽ ഈ കുഞ്ഞിന്റെ മുഖത്തുള്ള ശരീരത്തുള്ള പാടുകൾ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധയിലോ? കണ്ടിട്ടില്ല അല്ലേ? ഓക്കെ. പറഞ്ഞ കുട്ടിയെ കൊണ്ടുവന്ന് വിടാനോ കൊണ്ടുപോകാനോ ഇവിടെ വന്നിട്ടുണ്ടോ? അല്ല, ഞാൻ മിസ്സിനോട് ഒരു കാര്യം പറഞ്ഞു. ആരെയും ഇങ്ങോട്ട് എന്റർടൈൻ ചെയ്യുന്നില്ല. ഒരാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഇവിടെ തയ്യാറാണ്. ഈ അംഗനവാടിയിൽ കുട്ടിയെ കൊണ്ടുവന്ന് വിടുവാനും കൂട്ടിക്കൊണ്ട് പോകുവാനും ഒക്കെ ഈ എന്ന് പറയുന്നവൻ വന്നിരുന്നു എന്നുള്ളത്, കുട്ടിയുമായി വന്നിരുന്നു ഇവിടേക്ക് എത്തുന്നതും അല്ലെങ്കിൽ ഇവിടുന്ന് മടങ്ങി പോകുന്നതും ഇടയിലുള്ള ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തൊക്കെ കുട്ടി എന്ത് ചെയ്തിരുന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ പൊന്നുമോള് പഠിച്ചിരുന്നത് ഇവിടെയാണ് എന്നുള്ളത് ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ഭീതി ഉളവാക്കുന്നു. ആ കുട്ടി ചുരുങ്ങിയ മണിക്കൂറുകൾക്ക് മുൻപ് നമ്മെ വിട്ടു പോയി. ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കുട്ടി ഇവിടെ പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കുട്ടി ഇവിടെ കളിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നിലത്ത് വീണ് ഉടുപ്പിൽ മണ്ണ് പറ്റുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ അംഗനവാടി ടീച്ചേഴ്സൊക്കെ എന്താ ചെയ്യുക? ആ ഉടുപ്പ് മാറ്റിയിട്ട് വേറെ ഉടുപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടി സ്പെയർ ഉടുപ്പൊക്കെ കുട്ടിയുടെ അമ്മ ബാഗിൽ കരുതിയിട്ടുണ്ടാവും. കുടിക്കാനുള്ള വെള്ളം അങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെ സ്കൂളിൽ അല്ലെങ്കിൽ അംഗനവാടിയിലേക്ക് വിടുന്ന അല്ലെങ്കിൽ LKG UKG വിടുമ്പോൾ നമുക്കറിയുന്ന കാര്യമാണ്. നമ്മൾ പേരൻസ് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ശരീരത്തിൽ വെള്ളം വീഴുകയോ അല്ലെങ്കിൽ ചെളിയൊക്കെ വീണ് കഴിഞ്ഞാൽ കളിച്ചു കഴിഞ്ഞ് മുഷിഞ്ഞു കഴിഞ്ഞാൽ മാറ്റാനുള്ള ഉടുപ്പൊക്കെ തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് വേണ്ടി ബാഗിൽ ഇങ്ങോട്ടേക്ക് ആ കുട്ടിയുടെ അമ്മ കരുതി അയച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഉടുപ്പ് മാറുന്നതാരാണ്? അംഗനവാടിയിലെ ടീച്ചേഴ്സ് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടിയുടെ ശരീരത്തുള്ള ഈ പാടുകൾ, ഇങ്ങനെയുള്ള ക്രൂര പീഡനത്തിന്റെ പാടുകൾ, അത് തീർച്ചയായിട്ടും ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ എന്തുകൊണ്ട് അപ്പോൾ തന്നെ ഇത് പോലീസിൽ അറിയിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവർ ഞങ്ങൾ മാധ്യമങ്ങൾ ക്യാമറയായിട്ട് വരുമ്പോൾ ഇവിടെ മിണ്ടാൻ പറ്റില്ല, അവിടെ മിണ്ടാൻ പറ്റില്ല, മറ്റേ അവരുടെ പെർമിഷൻ വേണം, ഇവരുടെ പെർമിഷൻ വേണം, അതൊക്കെ ഇവർക്ക് പറയാം. സംഭവമൊക്കെ ശരി തന്നെ. കുട്ടിയോട് ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ആരുടെയും മുഖം ഒന്നും വ്യക്തമാക്കാൻ വേണ്ടി പാടില്ല, എല്ലാം വ്യക്തമായിട്ടുള്ള കാര്യം തന്നെ. പക്ഷേ ഒരു കാര്യം, 4.5 വയസ്സോളമുള്ള കുട്ടി ഈ
അംഗൻവാടിയിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസങ്ങളായി, എത്ര മാസങ്ങളായി? ആ കുട്ടിയുടെ ശരീരത്ത് മാർക്കുകളോ പാടുകളോ ഉണ്ടോ എന്നുള്ളത് ഇവരെല്ലാം സ്ത്രീകളല്ലേ? ഒരു പെൺകുട്ടിയെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് കൂടുതലും പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളായിരിക്കുമല്ലോ. ആ കുട്ടി ഇവരുടെ അടുത്ത് ഇടപഴകുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്, ഇവർ കുറ്റക്കാർ തന്നെയാണ്. ഇവർക്കെതിരെയും എഫ്ഐആർ ഇടണം. എന്താണ് ഇത്രയും നാൾ ഈ അംഗൻവാടിയിൽ ഈ കുട്ടി വരുമ്പോൾ ഈ കുട്ടിയുടെ ശരീരഭാഗത്തോ ഈ കുട്ടിയുടെ മാനസിക നില എന്തായിരുന്നു തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ വേണ്ടി പറ്റില്ലേ? വീട്ടിൽ നിന്നും അപ്പനും അമ്മയും സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ സ്കൂളിലുള്ള അധ്യാപകരോടൊപ്പമാണ് ഈ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3-4 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത്. അത്രയേറെ സമയം അധ്യാപകരോടൊപ്പം കുട്ടികളെ കൂടുതലും മനസ്സിലാക്കുന്നത് പെറ്റമ്മയെ പോലെ തന്നെ അധ്യാപകർക്ക് അതിന് കൃത്യമായിട്ട് റോളുണ്ട്. അംഗൻവാടിയിലുള്ള ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ, ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ അംഗൻവാടി ടീച്ചേഴ്സ് കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിച്ച് മടക്കി കൊണ്ടുവരണ്ടേ? അത് നേരെ ബാത്റൂമിലോട്ട് കയറി പോയിക്കോളാൻ പറഞ്ഞിട്ട് യൂറോപ്യൻ ക്ലോസറ്റുള്ള ബാത്റൂമിലോട്ടൊക്കെ കയറ്റി വിടാൻ വേണ്ടി പറ്റുമോ? കൊച്ചിയിൽ ഈ യൂറോപ്യൻ ക്ലോസറ്റ് തലയും കുത്തി വീണാലോ ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചുള്ളവർ അന്വേഷിക്കുന്നുണ്ടോ? ഇവർ കൂടുതൽ ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ കുഞ്ഞിനോട് ബന്ധപ്പെട്ട കുഞ്ഞ് ഇത്രയും ദിവസം ഇത്രയും നാളുകൾ ഈ അംഗൻവാടിയിലാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ടായിരുന്നത്. ആ കുഞ്ഞിന്റെ പകൽ സമയത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഈ അംഗൻവാടിയിലാണ്. അപ്പോൾ ഈ അംഗൻവാടിയിൽ ഓരോ ടീച്ചേഴ്സും റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ്. അവർ സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. പോലീസ് ഇവരെ കൃത്യമായി ചോദ്യം ചെയ്ത് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ചേട്ടന് വേണോ? അപ്പൊ നിങ്ങൾ ഇവിടെ താമസിക്കണേ? ഇതാണോ വീട്? ഇവിടെ വരുന്നല്ലോ സ്ഥിരം? കുട്ടിയെ മറ്റേ അംഗൻവാടിയിൽ കൊണ്ടുവിടാനൊക്കെ സാധാരണ പോകാറുള്ളല്ലേ? പീഡിപ്പിച്ചേക്കണേ ഏറ്റവും ഉള്ള അനിയൻ എങ്ങനെ ഭയങ്കര സ്നേഹമുള്ള കുട്ടിയാണോ? മോന്റെ കൂടെ കളിക്കാനൊക്കെ വരുവോ? മോനോട് എന്തൊക്കെയാ വർത്താനൊക്കെ പറഞ്ഞിട്ടുള്ളത്? അല്ല, ഞാൻ പണ്ടാ മിണ്ടുള്ളൂ, ഇപ്പൊ ഒന്നും മിണ്ടില്ലായിരുന്നു. അംഗൻവാടിയിൽ മാത്രം എനിക്കറിയാം. അംഗൻവാടിയിൽ നല്ല കൊച്ചായിട്ടാണോ ഈ കുട്ടി ഇരിക്കുന്നത്? മോൻ ഒരുപാട് പ്രാവശ്യം വർത്താനം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ആ കുട്ടി താമസിച്ചിരുന്നത് ഈ വീട്ടിലാണ്, പ്രതി താമസിച്ചിരുന്നത് ഇവിടെയാണ്. 2 വീടുകളും ചേർന്നാണ് ഇരിക്കുന്നത്. ഈ പ്രതിയായിട്ടുള്ള ആൾ ഈ വീട്ടിൽ വന്ന് ആ ഹാളിലിട്ടിരിക്കുന്ന കട്ടിലിൽ മൂത്ത കുട്ടിയുമായിട്ട് പല ദിവസങ്ങളും കിടന്നുറങ്ങിയിരുന്നു എന്ന് കുട്ടിയുടെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്. മൂത്ത കുട്ടിയും ഇളയ കുട്ടിയും 2 പേരും ഈ വീട്ടിൽ അങ്ങനെ സെപ്പറേറ്റ് ഒന്നുമില്ല, അങ്ങനെ 2 വീടൊന്നുമില്ല. ഈ 2 വീടുകളിലും അവർ താമസിച്ചിരുന്നു, തങ്ങിയിരുന്നു, കളിച്ചിരുന്നു, ഓടി നടന്നിരുന്നു. മരണപ്പെട്ട സമയത്തൊക്കെ ഇയാൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. എല്ലാം പുള്ളി തന്നെ നോക്കിയത്. കൊച്ചിനിപ്പം ശരിക്കും പറഞ്ഞാൽ 4 വയസ്സെന്നാണ് എല്ലാവരും പറഞ്ഞത്. 4.5 വയസ്സായോ? 4 വയസ്സിലേക്ക് എത്തുന്നതുള്ളെന്ന് പറയുന്നത്? എൻ്റെ കൊച്ചിന് 4.5 വയസ്സായി. ഒക്ടോബർ 27 ഒക്ടോബർ 27 2020 ഒക്ടോബർ 27. കൊച്ചിനെ കുളിപ്പിക്കുന്ന സമയത്തൊന്നും മേത്ത് പാടുകളോ ഒന്നും നിങ്ങൾക്ക്? കൊച്ചിന്റെ മേത്തൊരു മുറിവ് പോലും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കൂടുതലും കൊച്ചു തന്നെ കുളിക്കാറ്, പിന്നെ വൈഫാണ് കൂടെ പോവുകയും ചെയ്യാറ്. ചേട്ടനോട് ഈ അമ്മ ഈ വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല? ഈ മേത്ത് പാടുണ്ടെന്നുള്ള സംഗതികളൊന്നും പറഞ്ഞു? അവൾ അറിഞ്ഞിട്ടില്ല. അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പ്രതികരിക്കാതിരിക്കുക, ചെറിയ ദിവസത്തിന് അവൾ പ്രതികരിക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ദേഷ്യം വരുള്ള ആളാണ്. സ്വാഭാവികമായിട്ട് അമ്മയ്ക്കാണല്ലോ ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പം അമ്മ എന്തുകൊണ്ടാണത്? എനിക്ക് തോന്നുന്നു അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ റിയാക്ട് ചെയ്തിരിക്കില്ല. അറിഞ്ഞപ്പോൾ ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത്? കുഞ്ഞിനെ കൊണ്ടുപോയി അവള് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ വൈഫ് പറയുന്നത് എന്താ? കൊച്ചിനെ കാണാതെ പോയി എന്നൊക്കെയാണല്ലോ ആദ്യം പോലെ അവർ പറയുന്നത്. അപ്പം അതെന്തിനാ അനിയനെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവത്തിന്റെ ആവശ്യം എന്താ? ഞാനും കൂടെ കൂടി വീട്ടിലിരുന്ന് ചോദിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത് കുട്ടിനെ വെള്ളത്തിലിട്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ എന്ന് പറയുമ്പോഴാണ് പറഞ്ഞ് അവൾ വെള്ളത്തിലിട്ടെന്ന് പറഞ്ഞു. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ട്, പിണക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതോ? ഇതൊക്കെ അവര് പറഞ്ഞില്ല. ചേട്ടൻ അത്യാവശ്യം കഴിക്കുന്ന കൂട്ടത്തിലാണോ? ഞാൻ അത്യാവശ്യം കഴിക്കുന്നത് ഞാൻ പുറത്തുനിന്ന് കഴിക്കാം. പുള്ളിക്കാരിയും ചേട്ടനുമായിട്ട് എന്തെങ്കിലും പിണക്കോ വഴക്കോ ഉണ്ടായിരുന്നൊക്കെ ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തല്ലോ. നിങ്ങൾ സ്ഥിരം വഴക്കാണ്, പിണക്കമായിരുന്നൊക്കെ ഉള്ളത്? നേരത്തെ 1-2 പ്രാവശ്യമൊക്കെ വഴക്കുണ്ടായെന്ന് പറഞ്ഞാൽ പിള്ളേരെ തലണ കേസിന് മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. കൊച്ചിനായിട്ട് താമസിക്കുന്ന ഏത് വീട്ടിലാ? ഇവിടെയാണ്. ഞാൻ ചെറുക്കനെ ഇവിടെ കിടക്കും. ഓ, നിങ്ങൾ 2 പേരും ഇവിടെ കിടക്കും? അവളും കൊച്ചും അവിടെ കിടക്കും. ആ, ചെറുക്കൻ എന്ന് പറഞ്ഞാൽ നിങ്ങളും ചെറുക്കൻ എന്ന് പറഞ്ഞാൽ? എൻ്റെ മൂത്ത കൊച്ച് എത്ര വയസ്സുണ്ട്? 15 വയസ്സ്. നിങ്ങളും മൂത്ത മോനോട് ഇവിടെ പുറത്ത് ഹാളിൽ കിടക്കും? ഓക്കെ. അവളും കൊച്ചും അവിടെ കിടക്കും. അടുത്ത റൂമിൽ കിടക്കണം. ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. ഈ കട്ടിൽ അവിടെ കിടന്നാണ് അവള് തന്നെ കട്ടിൽ വേണ്ടാന്ന് ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെയാണ് കൊച്ചും അമ്മയും കൂടെ കിടക്കുന്നത്. അവള് തന്നെ എടുത്ത് വെച്ചിരുന്ന സാധനമാണ് ഇതൊക്കെ. വൈഫ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതെന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? അവരുടെ ഡ്രസ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ മൂത്ത കൊച്ചിന്റെ സാധനങ്ങളാവും. ചെറിയ കുഞ്ഞിന്റെ എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? ചെറിയ കൊച്ചിന്റെ ഉടുപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കി രേഖകളൊക്കെ അവിടെ ഉണ്ട്. എല്ലാം കൊണ്ട് ആധാർ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജനറൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും മാത്രമേ. അതെല്ലാം കൊണ്ടുപോയി. കൊച്ചിനായിട്ടുള്ള ജനറൽ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ഒരു പേപ്പർ കൂടി ഇല്ല. ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്ന പേപ്പർ മാത്രമേ. അന്നും രാവിലെ ചിരിച്ചു കളിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരും ഈ വീട്ടിൽ താമസിച്ചോണ്ടിരുന്നത്? ആ വീട്ടില് ഇവിടെ ഒന്ന് കിടക്കും? ഇവിടെ ഞാൻ ഇല്ലാത്തപ്പോൾ ഇടയ്ക്ക് ഇവിടെ ഒന്ന് ചെറുക്കൻ്റെ കൂടെ ഒന്ന് കിടക്കാറുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പെൺകുട്ടി പറക്കുന്നത്? പെൺകുച്ചുണ്ടാവും. അപ്പൊ അത് കാരണം എല്ലാവരും കുറച്ച് സ്നേഹം കൂടുതലും കരുതലും ഉണ്ടായിരുന്നു. ഇയാൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വൈകൃതങ്ങളുള്ളതായിട്ട് മുൻപ് എന്തെങ്കിലും? ഇല്ല, ഒരു ഇതുമില്ല. ഇയാൾ ഇവിടെ വന്ന് ഈ മൂത്ത കുഞ്ഞിൻ്റെ കൂടെ ഇവിടെ കിടന്നുറങ്ങിയിട്ടില്ലേ? ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു ഇവിടുന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് 2ാമത്തെ തന്നെ അവന്റെ കൂടെ വണ്ടി കയറി താഴെ പോകണം. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടും മറ്റവും പോകാൻ റെഡിയായിട്ട് വന്നു. അപ്പൊ അവന്റെ കൂടെ പോകണമെന്നും പറഞ്ഞ് താഴെ കൊണ്ടുവന്ന് 2 പേരും താഴെ കൂടെ പോയി വണ്ടി കൊണ്ട് കറക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അവർക്ക് പോകാൻ പറ്റും. നിങ്ങളുടെ അനിയൻ ശരിക്കും നിങ്ങളുടെ കൂടെ ചേർന്ന് നിന്നിരുന്ന ആളാണ് അല്ലേ? നിങ്ങളുടെ മൂത്ത കുഞ്ഞിന് എന്തെങ്കിലും ദുരനുഭവം ഇയാളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പിന്നീട് കൊച്ചു അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. കൊച്ചിനോട് നിങ്ങൾ സംസാരിച്ചോ?
ഈ ഒരു സംഭവത്തോട് മാത്രമാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതായിട്ട് ഞാൻ അറിയുന്നത്. ഇവൻ ഈ പ്രകൃതി വിരുദ്ധ പരിപാടിയൊക്കെ ആ കൊച്ചിൻ്റെ അടുത്ത് നടത്തി എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മൂത്ത കുട്ടിയിലൂടെ അവനിവിടെ ഈ ഹോളിൽ കിടന്ന് ഉറങ്ങിയിരുന്നു. പക്ഷെ അവൻ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. അവൻ എൻ്റെ മൂത്ത കൊച്ചിൻ്റെ അടുത്തൊന്നും അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. അതെന്തുകൊണ്ട് അങ്ങനെ ഉറപ്പിൽ നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് ഉറപ്പിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം ഉണ്ടെങ്കിൽ രണ്ട് പിള്ളേർ എന്നോട് ഒന്നും പറയാം. ആ പൊന്നുമോള് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. ആ മോളുടെ സഹോദരൻ അവനെയും ഇയാൾ പലപ്പോഴും ഇയാളുടെ കൂടെ കിടത്തി ഉറക്കിയിട്ടുണ്ട്, ചേർത്ത് പിടിച്ചിട്ടുണ്ട്, രാത്രി സമയങ്ങളിലും പകൽ സമയങ്ങളിലും. ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തുകൊണ്ടോ സ്വന്തം സഹോദരനെ സംരക്ഷിക്കുവാൻ ഇയാൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഒരു സംശയം തോന്നും ഇയാളോട് സംസാരിക്കുമ്പോൾ. ഇയാൾ നീതിമാനാണോ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ട വിഷയമാണ്. ചില ചോദ്യങ്ങളൊക്കെ ഏറെ വിഷമിപ്പിക്കുന്നതാണ് എങ്കിലും ചോദിച്ചില്ലെങ്കിൽ ഉത്തരങ്ങൾ എന്തെങ്കിലും മറയ്ക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ, കളവ് പറയുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലായാലല്ലേ സത്യം പുറത്തു വരികയുള്ളൂ. ഈ കുട്ടിയെ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഇയാൾ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് ഒരു സാധാരണ ഒരു മനുഷ്യനെ താങ്ങാൻ പറ്റുന്നല്ലത്. അപ്പോൾ ഈ 3-4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയ കുട്ടിക്ക്? അപ്പോൾ അതെന്തുകൊണ്ടാണ് നിങ്ങൾ അപ്പോൾ ഇതൊന്നും നടന്ന സമയത്തൊന്നും നിങ്ങളിവിടെ ഇല്ലായിരുന്നു? അപ്പോൾ ഞാനിവിടെ ഇല്ല, ഞാൻ തിരുവനന്തപുരത്ത്. നിങ്ങളുടെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭാര്യയ്ക്ക് അപ്പോൾ ഇത് അറിയാൻ പറ്റാതിരിക്കുമോ? കാരണം സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണിക്കൂറുകളല്ല ദിവസങ്ങളോളം കുട്ടി ആ വേദന താങ്ങണമല്ലോ. വീടുമായിട്ട് അച്ഛൻ എപ്പോഴും ഇല്ല. അച്ഛന് അത് പോയിട്ട് 2 മാസം ആയുള്ളൂ. 2 മാസം ഇതിനിടയ്ക്ക് ഇവിടെ ഒരു 10-15 ദിവസം അവന് ഇവിടെ ഉണ്ടായിരുന്നു. 2 മാസം പോയി നിന്നിട്ടുള്ളൂ. 2 മാസം ഫുള്ളായിട്ട് അവിടെ വന്നിട്ടില്ല. അതിനിടയ്ക്ക് 15 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടിയുടെ അച്ഛനായി ഇയാൾ പറയുന്നത് കേട്ടാൽ മുഴുവൻ സമയവും അയാൾ തിരുവനന്തപുരത്തായിരുന്നു എന്ന് തോന്നിപ്പോകും. പക്ഷേ കൃത്യമായി അയൽപക്കക്കാരൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി പറയുന്നുണ്ട് അയാൾ മുഴുവൻ സമയവും അവിടെ ആയിരുന്നില്ല, ആകെ 2 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ 15 ദിവസം ഇവിടെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലെന്തോ മറയ്ക്കുവാൻ ശ്രമിക്കുന്നില്ലേ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതൊന്നും നടന്ന സമയത്തൊന്നും നിങ്ങളിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇല്ല, ഞാൻ തിരുവനന്തപുരത്ത്. നിങ്ങൾ തിരുവനന്തപുരത്ത് ഫോണിൽ നിങ്ങളോട് കുട്ടി സംസാരിക്കാറുണ്ട്. ഈ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടീനെ. അപ്പൊ കുട്ടിയുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇത് മാറിയതുപോലെയാണ് കുട്ടിക്ക്. കാരണം നിങ്ങളോട് പറയാൻ പോലും പറ്റാത്ത എന്തുകൊണ്ട് ഇത് തെറ്റാണെന്ന കൊച്ചിന് അറിയില്ല. ആ കുട്ടി നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അറിഞ്ഞേ ഇല്ല എന്ന് കുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നത് എന്തർത്ഥത്തിലാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഇല്ല. ആ കുടുംബത്തിലുള്ള ബാക്കിയുള്ള എല്ലാവരെയും വിട്ടേക്കോ, പക്ഷേ ഇയാൾ അച്ഛനാണ്, അത് ഓർമ്മയുണ്ടാവണം. ഈ അങ്കണവാടിയിലെ ടീച്ചേഴ്സ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായിട്ടും കൊച്ചിന്റെ മേത്ത് ചെളി പിടിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊരു സ്പെയർ ഉടുപ്പൊക്കെ കൊടുത്തു വിടുമല്ലോ. ഇത് അംഗൻവാടി ഇവിടെ തൊട്ടടുത്താണ്. അല്ല, ഞാൻ അങ്കണവാടിയിൽ പോയി ടീച്ചറോട് സംസാരിച്ചു. അവിടെ ഏറ്റവും നല്ല സ്മാർട്ടായിട്ട് ഏറ്റവും നല്ല കുട്ടിയായിരുന്നവർ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിക്ക് സ്പെയർ ഉടുപ്പ് നമ്മൾ ഇവിടുന്ന് കൊടുത്തു വിടുമായിരുന്നു. വല്ല ചെളി പറ്റുമോ വെള്ളം പറ്റുമോ സ്ഥിരമായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഉടുപ്പ് സ്പെയറോടെ വെച്ചിട്ടുണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ ഈ ഉടുപ്പ് മാറ്റിയിടാനൊക്കെ വന്നതൊക്കെ ഈ ടീച്ചേഴ്സ് അല്ലേ? അപ്പോൾ ഇവരൊന്നും ഈ പാടുകളോ കാര്യങ്ങളോ ഒന്നും ഇവരെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എൻ്റെ കൊച്ചിൻ്റെ മേത്ത് അങ്ങനെ ഇന്നൊരു പാടോ കാര്യങ്ങളോ വന്നിട്ടില്ല, ഒരു മുറിവ് പോലും വന്നിട്ടില്ല. പിന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെ പാടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് പറയുന്നുണ്ടല്ലോ. ഇല്ല, ഞാൻ അന്ന് രാവിലെ കൊച്ചിനെ എൻ്റെ കൊച്ചിൻ്റെ മേത്ത് ഒരു ഇല്ല. അവിടെ ഞാൻ പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ഒരു മുറിവ് ഉണ്ട്. രാവിലെ പോകുമ്പോൾ ഉണ്ടായില്ല. കുട്ടിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അയാളെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആ സഹോദരനെയും ചേർത്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടൊരു തോന്നൽ അയാളോട് സംസാരിച്ചപ്പോൾ പല ഘട്ടങ്ങളിലും എനിക്ക് തോന്നി. കുട്ടിയുടെ പിതാവ് ജോലിക്കായി തിരുവനന്തപുരത്തായിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ ഈ മോളോടും മോളുടെ സഹോദരനോടുമൊപ്പം ഇയാളുടെ അനുജനാണ് ഉണ്ടായിരുന്നത്. ഈ 2 കുട്ടികളും പല സമയത്തും മാറി മാറി അനുജനോടൊപ്പമായിരുന്നു അന്തി ഉറങ്ങിയത്. 2 വീടുകളും ചേർന്നിരിക്കുന്ന വിഷ്വലുകൾ പ്രേക്ഷകർ കണ്ടല്ലോ. ഒരു വീട്ടിൽ നിന്നും അടുത്ത വീട്ടിലേക്ക് ഒന്ന് തുമ്മിയാലോ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂളിയാൽ വരെ കൃത്യമായി കേൾക്കാം. കാരണം അത്ര ചേർന്നാണ് ഈ 2 വീടുകളും ഇരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ കിടന്നുറങ്ങിയോ അല്ലെങ്കിൽ കുട്ടിയുമായി അപ്പുറത്തെ വീട്ടിൽ കിടന്നുറങ്ങിയോ എന്നുള്ളതിനും യാതൊരു പ്രസക്തിയുമില്ല. കാരണം 2 കുട്ടികളും 2 വീട്ടിലും മാറി മാറി ഇയാളോടൊപ്പം ചെലവഴിക്കാറും കിടന്നുറങ്ങാറുമുണ്ട്. ഒരിക്കൽ പോലും അംഗൻവാടി കൊണ്ടുപോയി വിടാനോ കുട്ടിക്കൊണ്ടുവരാനൊന്നും പോയിട്ടില്ലേ? കൊച്ചിനെ കൊണ്ടുവിടാൻ സ്വാഭാവികമായിട്ട് പോയിട്ടുണ്ടാവുമല്ലോ. കൊച്ചിനെ കൊണ്ടുവിടാനായിട്ട് സ്വാഭാവികമായിട്ട് അവൻ പോയിട്ടുണ്ടാവില്ല. ചിലപോലെ 1-2 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ രാവിലെ എല്ലാ ദിവസവും കൃത്യമായിട്ട് പണിക്കുന്ന ആളാണ്. എന്ത് പണിയാണ് എടുക്കുന്ന ആള്? അവൻ ഇവിടെ കമ്പനിയിലാണ്, HOC കമ്പനിയിലാണ് പണിയെടുക്കുന്നത്. അവൻ ഒരു ദിവസം പോലും പണി കളയാത്ത ഒരാളാണ്. അവൻ ഡെയിലി പണിക്ക് പോകും. ആ പൊന്നുമോള് നഷ്ടമായി ചുരുങ്ങിയ മണിക്കൂറുകൾക്കകമുള്ള സ്വന്തം പിതാവിന്റെ വാക്കുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ. അനുജനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇയാൾ വല്ലാതെ പാടുപെടുന്നതായിട്ട് തോന്നുന്നില്ലേ? കുഞ്ഞിൻ്റെ അടുത്ത് നിങ്ങൾ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിച്ചു, ഇപ്പോൾ കുഞ്ഞ് എവിടെ ഉണ്ട്? എൻ്റെ കൂടെ കൊണ്ട് പോയത്. ആ കുട്ടിയോട് നിങ്ങൾ വിളിച്ച് മാറ്റി നിർത്തി ചോദിച്ചില്ലേ? ഇവിടെ ഒറ്റയ്ക്ക് രാത്രി നിങ്ങളുടെ അനിയൻ്റെ കൂടെ ഈ കട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു അനുഭവം അവനുണ്ടായിട്ടില്ല. പക്ഷേ പെൺകൊച്ചായതുകൊണ്ടാണോ അങ്ങനെ ഒരു അനുഭവം അതിനുണ്ടായിരുന്നു. പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കും തൻ്റെ ഇളയ കുഞ്ഞിനെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. മൂത്ത കുട്ടി കൂടെ കിടന്നുറങ്ങുന്നുണ്ട്, ഇയാളുടെ കൂടെയാണ് ഈ കുട്ടി കിടന്നുറങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, ആ കുട്ടിയോട് ചോദിച്ചോ എന്ന് ഞാൻ ഈ പിതാവിനോട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് അത് പെൺകുട്ടിയാണ്, പെൺകുട്ടി ആയതുകൊണ്ടല്ലേ, ഇത് ആൺകുട്ടിയല്ലേ, ആൺകുട്ടിയെ പീഡി. അപ്പോൾ ഞാൻ ചോദിച്ചു പ്രകൃതി വിരുദ്ധ പീഡനത്തിന് കുഞ്ഞിരയായിട്ടുണ്ടോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മൂത്ത കുഞ്ഞ് ആൺകുട്ടിയാണ് എങ്കിലും ഇയാളോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലെന്ന് ചോദിച്ചപ്പോൾ അയാൾ അനിയനെ സംരക്ഷിക്കുന്ന രീതിയിൽ തെന്നി മാറിയുള്ളൊരു സംസാരമായിരുന്നു അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തെങ്കിലും രീതിയിൽ ഈ കുട്ടിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയോ എന്നുള്ള കുഞ്ഞിൻ്റെ
എടുത്ത് ചോദിച്ചാലേ അറിയുള്ളൂ, നിങ്ങൾ എടുത്ത് ചോദിക്കണത് എന്താണ് സംഭവിച്ചത്, എന്താ എന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് ടോർച്ചിന് ആദ്യം തലക്കെട്ട് അടിച്ചു. എവിടെ കൊണ്ടുപോയിട്ട് ചെയ്ത്? അമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി. അമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങളുടെ ടോർച്ചിന് തലക്കെട്ട് അടിച്ചിട്ട് ഞങ്ങൾക്ക് അമ്മ ബാത്റൂം കയറി ഐസ്ക്രീമിൽ വിഷം കലക്കി ഞങ്ങൾക്ക് തന്നു. ഈ വിഷം കലക്കി എന്നുള്ളത് മക്കൾക്ക് എങ്ങനെ മനസ്സിലായത്? അമ്മ ബാത്റൂമിന്റെ ഡോറ് തുറന്നായിരുന്നു ഇട്ടത്. നേരം ഞാനും കണ്ടതാ, അമ്മയുടെ അമ്മയും കണ്ടതാ. അമ്മയുടെ അമ്മ പറഞ്ഞോ ഇങ്ങനെ കലക്കുന്ന മോനോട്? അത് എന്താ കലക്കി എന്നുള്ള മോൻ കണ്ടോ? എന്താ കളിക്കുന്നേം കണ്ടില്ല. ഇങ്ങനെ കലക്കിന്ന് അമ്മയുടെ അമ്മ പറഞ്ഞു മോനോട് അല്ലേ? നമ്മളൊരു കാര്യം ചോദിക്കട്ടെ, ഇത് വിഷമാണെന്ന് കൊച്ചിന് അറിയില്ലല്ലോ, എന്താ കലക്കിയെന്ന് കൊച്ചിന് അറിയില്ല, അമ്മയുടെ അമ്മ പറഞ്ഞതല്ലേ ഉള്ളൂ. അന്ന് പിന്നെ എന്തൊക്കെയാ ചെയ്ത്? അമ്മ ഉപദ്രവിച്ചോ? അടിക്കുമോ ചെയ്തോ? തലക്കെട്ട് എന്റെ അച്ഛനൊരു ഇരുമ്പിന്റെ ടോർച്ച് ഉണ്ടായിരുന്നു, നല്ല പവർ കൂടിയത്. അത് ഇവിടുന്ന് എടുത്തോണ്ട് പോയിട്ട് ഒരു കത്തി എടുത്തോണ്ട് പോയി. എന്നിട്ട് ഞങ്ങളെ ആ ടോർച്ച് കൊണ്ട് എന്റെ ഇവിടെയും എന്റെ അനിയത്തിരി ഇങ്ങോട്ടും അടിച്ചു. തങ്ങളെ അടിക്കുവാൻ വേണ്ടി എടുത്ത ടോർച്ച് പവർ കൂടിയതെന്ന് എടുത്തു പറയുന്നത് ഒരു 11 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. അച്ഛനൊരു ഇരുമ്പിന്റെ ടോർച്ച് ഉണ്ടായിരുന്നു, നല്ല പവർ കൂടിയത്. ഇത് കൃത്യമായി ആ കുട്ടിയെ കൊണ്ട് ആരോ പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിലാണ് ഈ കുട്ടിയുടെ വാക്കുകൾ. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വേദനയൊക്കെ എടുത്തോ? വേദന എടുത്തോ? ആണല്ലേ. എന്നിട്ട് അമ്മ എന്താ നിങ്ങളോട് എന്നിട്ട് പറഞ്ഞത്? ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചാവാന്ന്. എല്ലാവർക്കും ഒരുമിച്ച് ചാവാന്ന് പറഞ്ഞു. അപ്പൊ മക്കൾ എന്ത് പറഞ്ഞു? ഞാനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് മക്കളത് ഉടനെ അച്ഛൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞില്ലേ? ഇല്ല, വിളിച്ച് പറയാനായിട്ട് അമ്മമ്മയുടെ കയ്യിൽ ഫോണില്ല. എന്താ ഈ കൊച്ചച്ഛൻ മോനോട് പറയാറ്? എന്നോടൊന്നും പറയാറില്ല. എത്ര ദിവസമൊക്കെ കൊച്ചച്ഛനോട് കിടന്നിട്ടുണ്ട് മക്കള്? ഒരാഴ്ച 2 ആഴ്ച അവിടെ കിടന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും കിടന്നിട്ടില്ലേ? അവിടെ കിടന്നിട്ട് കുഞ്ഞിൽ കൊച്ചച്ഛൻ എന്താ മക്കളോട് പെരുമാറാറ്? എന്നോട് നല്ലപോലെ പെരുമാറും. ആണോ? മോൻ്റെ അനിയത്തിയെ ബുദ്ധിമുട്ടിച്ചെന്ന് പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നെ ചെയ്തല്ലോ. മോനോടൊന്നും പെരുമാറിയിട്ടില്ല. പിന്നെ അമ്മ എന്താ മോനോട് ഈ അടിക്കല്ലാതെ ഇതുപോലെ അടിച്ചപ്പം മോൻ കരഞ്ഞോണ്ടിറങ്ങി ഓടിയോ? എന്നിട്ട് ഞാൻ കരയാറൊന്നും. കരഞ്ഞൊന്നുമില്ല. എന്റെ അനിയത്തി കരഞ്ഞു. അമ്മയോടൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ? എന്റെ അനിയത്തിനൊന്നും ചെയ്യല്ലോ നീ പറഞ്ഞു. അനിയത്തി ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു മോൻ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള പോലെ മുൻപ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഈ പൊന്നുമോളെയും ആ മോളുടെ സഹോദരനെയും ഈ അമ്മ പലവട്ടം ആക്രമിച്ചു, അടിച്ചു, ഉപദ്രവിച്ചു. മാത്രമല്ല നിന്നെയും കൊല്ലും നിന്റെ അനിയത്തിയെയും കൊല്ലും എന്ന് അമ്മ പലവട്ടം പറഞ്ഞിരുന്നതായിട്ടാണ് ആ മോൻ പറയുന്നത്. വിഷം ഐസ്ക്രീമിൽ ചേർത്ത് കൊടുത്ത് കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് കുട്ടി തന്നെയാണ് പറയുന്നത്. പക്ഷേ കുട്ടിയുടെ എടുത്ത് ചോദിച്ചു വിഷമാണെന്ന് മോൻ എങ്ങനെയാണ് മനസ്സിലായത്? അപ്പോഴാണ് പറഞ്ഞത് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വല്യമ്മയുണ്ട്, അവർ പറഞ്ഞതാണ്. ഞാൻ കുട്ടിയുടെ പിതാവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് മുൻപൊന്നും തോന്നാതിരുന്നത്? നിങ്ങളുടെ ശ്രദ്ധയിലൊന്നും ഇത് വന്നിട്ടില്ല? ഈ കുട്ടിയെ കുളിപ്പിക്കുമ്പോഴോ അല്ലെ കഴുകിക്കുമ്പോഴോ സ്വാഭാവികമായിട്ട് അമ്മമാർ മാത്രമല്ല അച്ഛന്മാരും കുട്ടികളെ കുളിപ്പിക്കാറും കഴുകിക്കാറും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതൊന്നും വരാതിരുന്നത് എന്നുള്ള എൻ്റെ ചോദ്യത്തിന് അയാൾക്ക് കൃത്യമായി മറുപടി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. പിന്നെ ഞാൻ ചോദിച്ചു പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഈ കുട്ടിയെ ഇരയാക്കിയിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ ആ കുട്ടിയും പീഡനത്തിന് ഇരയായിട്ടുണ്ടാവില്ലേ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് കുട്ടിയുടെ പിതാവിനോട് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ് അതെങ്ങനെയാവും, അത് പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം ഇവൻ പീഡിപ്പിച്ചത്, ആൺകുട്ടി ആയതുകൊണ്ടാവാം മൂത്ത കുട്ടിയെ പീഡിപ്പിക്കാത്തത്. ആ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? ആണല്ലോ. എങ്ങനെയാ കുട്ടിയുടെ ഒരു ഇടപെടലും? നല്ല കൊച്ചിക്കാണ്. നല്ല കുഞ്ഞാണോ? ഭയങ്കര സ്നേഹമുള്ള കുട്ടിയാണോ? ശരിക്കും വർത്താനം പറയും. ശരിക്കും വർത്താനൊക്കെ പറയും? ആണോ? നിങ്ങളുടെ അടുത്ത് വന്ന് വർത്താനൊക്കെ പറയും? ഓ ശരി. എല്ലാ മാസവും ഞങ്ങൾ വന്നതാ. എല്ലാ മാസവും വരുമ്പോൾ കുട്ടിയെ കാണാറുള്ളത്. ചേച്ചിയും കുട്ടീനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലേ? എങ്ങനെയാ കുട്ടിയുടെ ഒരു പ്രകൃതവും സംസാരവും ഒക്കെ എങ്ങനെയാണ്? നല്ല സ്മാർട്ട് വെച്ചാണ്. നിങ്ങളുടെ അടുത്ത് വന്ന് ചേർന്ന് നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമോ? ഒപ്പം വരും ഞങ്ങള്. നിങ്ങളുടെ ഒപ്പം വരും. നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമുള്ള കുട്ടിയായിരുന്നു, നിങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് വർത്താനൊക്കെ പറയോ കുട്ടി? അങ്ങനെ വർത്താനം നമ്മളിങ്ങനെ പോണ ആന്റി എന്നൊക്കെ വിളിച്ച് ഞങ്ങളുടെ അടുത്ത് വരും. അങ്ങനെ പോകും. ഞങ്ങൾ ഒരുമൊക്കെ ടാറ്റയൊക്കെ തരും. ഇതെന്താണ് സംഭവിച്ചെന്നാ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നത്? ഞങ്ങൾക്കറിയില്ല സംഭവം എന്താന്നുള്ളത്. ഞങ്ങൾ എല്ലാവരോടും ചോദിക്കുക, ഈ ടി വി കാണാനാണ് നമുക്ക് അറിയാവുള്ളൂ. ഞങ്ങൾക്ക് അതിശയിച്ചു പോണത് ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളത്. പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് വരും, ഇങ്ങനെ എടുത്ത് ഇങ്ങ് പോരും. എല്ലാ ദിവസവും നിങ്ങൾ വരുമ്പോഴെല്ലാം കാണാറുണ്ട്. കൊച്ചിനെ കാണാനുണ്ട്. നിരന്തരമായി തൻ്റെ മകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാവാം ആ കുഞ്ഞിനെ ഒഴിവാക്കുവാൻ വേണ്ടി ഈ കുഞ്ഞ് ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് ആ മാതാവ് വിചാരിച്ച്. പിന്നെന്തുകൊണ്ടാണ് മുൻപ് പലവട്ടം ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഈ കുട്ടിയുടെ നെഞ്ചത്ത് ആഞ്ഞടിച്ചിട്ടുണ്ട് എന്നുള്ളത് അയൽവക്കക്കാരൻ പറയുന്നുണ്ട്. ഇവരെല്ലാവരും സുരക്ഷാ കവചം ഒരുക്കുന്നുണ്ട് ഈ കുട്ടിയുടെ പിതാവിനും പിതാവിൻ്റെ കുടുംബാംഗങ്ങൾക്കും. ഇവർ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഇയാളെ വരെ ഒരു സംരക്ഷണ സ്വഭാവം അയാളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അയൽപക്കക്കാരും ഈ കുട്ടിയുടെ പിതാവും സ്വന്തം അനുജനെ അല്ലെങ്കിൽ ഈ പ്രതിയെ സംരക്ഷിക്കുന്നതായിട്ട് അവരുടെ എല്ലാവരുടെ സംസാരത്തിൽ നമുക്ക് ഫീൽ ചെയ്യുകയാണ്. അതെന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് എത്ര ആലോചിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. ആ സ്ത്രീയെ അവർ വല്ലാതെ അടിച്ച് സംസാരിക്കുന്നുണ്ട്. ആ സ്ത്രീക്ക് മാനസികമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്നുള്ളത് ഞാൻ ഓരോന്നായിട്ട് ആ അയൽപക്കക്കാരോട് ഓരോരുത്തരോട് ചോദിച്ചു. പക്ഷേ അവർ പറയുന്നുണ്ട് 12 വർഷമായിട്ട് അറിയാം, ഇന്ന് ഒരു മാനസിക അസ്വസ്ഥതയുള്ളതായിട്ട് അവർക്ക് ആർക്കും തോന്നിയിട്ടില്ല. ആ സ്ത്രീ ഒരു ഒച്ച വെക്കുകയോ ബഹളം വെക്കുകയോ ഭർത്താവുമായിട്ട് വഴക്കിടുകയോ അവിടെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ആ സ്ത്രീ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ അകത്ത് കയറിയാൽ മാത്രമേ സ്ത്രീ എന്ന് കാണാൻ പോലും സാധിക്കുകയുള്ളൂ. അവർ കൂടുതലും ചെലവഴിക്കുന്നത് അടുക്കള ഭാഗത്തും വീടിൻ്റെ അകത്തുമാണ്. സിറ്റൗട്ട് ഭാഗമൊക്കെ തൂക്കാൻ മാത്രം ഒരു ചൂലുമായിട്ടൊക്കെ അവർ ജസ്റ്റ് വരികയുള്ളൂ. വന്നാൽ ഉടനെ തന്നെ അവരകത്തേക്കും. അവർ പുറത്ത് അങ്ങനെ ചെലവഴിക്കാറില്ല, അവരങ്ങനെ പുറത്ത് കാണാനേ കിട്ടാറില്ല എന്നുള്ളതാണ് ഈ അയൽപക്കക്കാർ പറയുന്നത്. ഈ കുട്ടിയുടെ വീട് നിങ്ങളുടെ വീടിന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, എത്ര കുട്ടികളുണ്ട് വീട്ടിൽ? ഞങ്ങളുടെ വീട്ടിൽ 2 ചെറിയ കുട്ടികളാണ്. 2 ചെറിയ. എത്ര വയസ്സുള്ള? അതിപ്പോൾ 1 വയസ്സായുള്ളൂ. കുട്ടിയുടെ വീട്ടുകാരുമായിട്ട് നിങ്ങളുടെ ബന്ധം എന്താണ്? ഞങ്ങളൊരു അകന്ന ബന്ധമാണ്. ഈ പ്രതിയായിട്ടുള്ള ആൾ ഇവിടെ വന്ന് വല്ലപ്പോഴും വരുള്ളൂ. അവൻ അങ്ങനെയൊന്നും വരാറില്ല, വല്ല കാലത്ത് മാത്രമേ വരാറുള്ളൂ. ഇവിടെ
ഞായറാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് എങ്ങാനും വന്നു അത്രേ ഉള്ളൂ. അവൻ കുറെ കാലമായിട്ട് അങ്ങനെ ഒന്നും വരവില്ല. ഇവിടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്ഥിരമായിട്ട് ഒരു വഴക്കുണ്ടായിരുന്നു ഇല്ല അത് ആര് പറയണമെങ്കിലും വെറുതെ പറയണം. ഇവർ തമ്മിൽ യാതൊരു ഒരു വഴക്കും ഇതുവരെ ഞങ്ങൾ കേട്ടില്ല. ഇതുവരെ അതെല്ലാം വീട്ടുകാരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും. അവനെങ്ങനെ കണ്ട പൊക്കമുണ്ടെന്നുള്ള അല്ലാതൊക്കെ ഞങ്ങൾ ചീത്ത പറഞ്ഞാൽ പോലും അവൻ ഇങ്ങോട്ട് തിരിച്ച് പറയില്ല. ഈ കുട്ടിയുടെ പിതാവ് പറയില്ല. അങ്ങനെ പറയില്ല. ചെറുതൊക്കെ അടിച്ചാലും അതേ ഇരിക്കുന്ന ഇരിപ്പ് അവിടെ 5 മണി കഴിഞ്ഞാൽ പുള്ളി അവിടെ ഉണ്ട്. ആ ഇരിപ്പ് അവിടെ ഇരിക്കും കിടക്കുന്നവരെ. അവിടെ ഇരുന്ന പുള്ളി മിക്കവാറും ചോറ് പോകുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ പെണ്ണ് കെട്ടിക്കൊണ്ട കാലം പോലെ അത് മറ്റുള്ളവരോടൊന്നും മിണ്ടില്ല. ഈ രണ്ടാമത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും അകത്ത് മാത്രമായി ജീവിതം. അല്ലെങ്കിൽ പുറത്ത് മറ്റുള്ള പിന്നെ അതിനു മുമ്പ് ആദ്യത്തെ കുട്ടിയൊക്കെ ഉണ്ടാകുന്നപ്പോൾ ഇവിടെയൊക്കെ വരുമായിരുന്നു. രണ്ടാമത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ വന്നിട്ടില്ല, ഇങ്ങോട്ട് കയറില്ല. എന്താ സംഭവിച്ചേക്കണെന്ന് ആർക്കും അറിയില്ല. ഈ ഇവർക്ക് എന്തെങ്കിലും മാനസികമായിട്ട് ഇല്ല മാനസികമായിട്ട് നിങ്ങൾ എത്ര വർഷമായിട്ട് കാണുന്നതാണ്? ഞാൻ ഈ സ്ത്രീയെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏതാണ്ട് 12 വർഷമായി. എത്ര വർഷമായിട്ട് നിങ്ങൾ കാണുന്ന ഈ സ്ത്രീക്ക് ഒരു മാനസിക പ്രശ്നം അതിനില്ല. എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നുള്ളത് ആ സ്ത്രീ അറിഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തതെന്ന് പറയുന്നത്? അത് എനിക്കിത് തോന്നാനുള്ള. തൊട്ടടുത്തുള്ള വീടുകൾ എപ്പോഴും ഇയാള് മൂത്ത കുട്ടികളോട് കിടക്കുന്നുണ്ട്, ഇളയ കുട്ടിയെ താലോലിക്കുന്നുണ്ട്, അംഗനവാടി വിടുന്നുണ്ട്, തിരിച്ചു കൂട്ടുന്നുണ്ട്. അങ്ങനെ മുഴുവൻ സമയം കുട്ടികളുമായിട്ട് ഇടപഴകുന്നതാണ്. കുട്ടിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ജോലിയിലും കാര്യങ്ങളും. തിരുവനന്തപുരത്താണ് വന്ന അച്ഛനെ കൊണ്ടാനായിട്ട്. അവന്റെ അച്ഛനെ കൊണ്ടാൻ വെന്റിലേറ്ററിൽ കിടക്കുവാണ്. അതിനെ കൊണ്ടാനായിട്ടാണ് വിളിച്ചു വരുത്തിയത്. അല്ലെങ്കിൽ വീടുമായിട്ട് അച്ഛൻ എപ്പോഴും ഇല്ല. അച്ഛൻ അത് പോയിട്ട് 2 മാസം ആയുള്ളൂ. 2 മാസത്തിനിടയ്ക്ക് ഇവിടെ ഒരു 10-15 ദിവസം അവന് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പം കുട്ടിയുമായിട്ട് എപ്പോഴും അടുപ്പം കൂടുതൽ അമ്മമാർക്കായിരിക്കുമല്ലോ. അമ്മയ്ക്ക് ഇത് കൃത്യമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്? അമ്മയ്ക്ക് അങ്ങനെ അറിയാവുന്നുണ്ടെങ്കിൽ അവനോട് പറയോ, അല്ലെങ്കിൽ അവിടെ സഹോദരങ്ങൾ വേറെ ഉണ്ടല്ലോ, സഹോദരനുണ്ട്, അവന്റെ അമ്മയുണ്ട്, അവന്റെ അച്ഛനുണ്ട്, അവരോട് പറയണ്ടേ? ഒന്നും നടന്നിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ടോ അങ്ങനെ ഒരു കാര്യങ്ങളോ പറയണ്ടേ കൊച്ച്? ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളതല്ലേ? ഇവര് അമിതമായിട്ട് അവർ സ്നേഹിച്ച് ഇവക്ക് സ്നേഹം കിട്ടണല്ലോ എന്നുള്ള ഒരു രീതിയിലാണ് അവൾ അകത്ത് കയറിയിരിക്കണെന്നാണ് പറയണത്. ആർക്ക് സ്നേഹം കിട്ടുന്നില്ല? ഈ പെണ്ണിന് സ്നേഹം കിട്ടാനുള്ള പിള്ളേരെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പലാരം മേടിച്ച് കൊടുക്കാൻ കൊണ്ടുപോകാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടു നടക്കണം. പെണ്ണിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞേക്കണേ. മധ്യസ്ഥയായിട്ട് പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു, അതിന്റെ ചേർത്തി ഉണ്ടായിരുന്നു, അതിന്റെ അമ്മയുണ്ടായിരുന്നു, എന്റെ നേരെ അനിയനുണ്ടായിരുന്നു. ഇവരൊക്കെ അവിടെ നിന്ന് സംസാരിച്ച് അന്ന് ഇതുപോലെ തന്നെ ഈ കൊച്ചിനെയും മൂത്ത ആ കൊച്ചിനെയും കൊണ്ട് ഇവള് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ഈ കൊച്ചിന് ടോർച്ചിന് തലക്കെട്ടടിച്ച് ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊടുക്കാനായിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അമ്മ പേടിച്ച് വരച്ച്, സന്ധ്യയുടെ അമ്മ പേടിച്ച് വരച്ച് ഒരു ഓട്ടോറിക്ഷയിൽ കൊച്ചുങ്ങൾ ഇവിടെ കൊണ്ടാക്കിയിട്ട് പറഞ്ഞ് ഇവള് ഈ കൊച്ചിന് വിഷം ചേർത്ത് കൊടുക്കാനായിട്ട് ഐസ്ക്രീമിൽ കൊടുക്കാൻ നോക്കി, പിന്നെ ടോർച്ചിന് തലക്കടിച്ച് ഞാൻ പേടിച്ചിട്ട് കൊണ്ടുവന്ന മക്കളെ എന്ന് പറഞ്ഞ് നിങ്ങളല്ലേ അവൾ അവിടെ നിർത്തിയാൽ കൊല്ലൂന്നും പറഞ്ഞാണ് ഇവിടെ. ഇത് എത്ര നാളും പണി സംഭവം കഴിഞ്ഞിട്ട് ഒരു 3 മാസമായി കാണും. അല്ലെ രണ്ടുപേരെ കൊല്ലാനല്ലേ ആദ്യമേ നോക്കിയത്? ആദ്യമേ നോക്കിയത് അതാണ്. രണ്ടുപേരെയും കൊല്ലാനാണ് നോക്കിയത്. മൂത്ത കുട്ടിക്ക് ഇത്രയും പ്രായമുള്ള കാരണം അവന് കണ്ടപ്പോൾ മനസ്സിലായി. അവൻ അയ്യോ എന്ന് കിടന്ന് ഒലിച്ച് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മൂത്ത കുട്ടിയോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും. അവരുടെ അമ്മയാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ പിന്നെ മൂത്ത കുട്ടിയോട് ചോദിച്ചു, എടാ എന്താണ് സംഭവിച്ചതെന്ന് കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പറഞ്ഞു ഇങ്ങനെ അമ്മ ഐസ്ക്രീം മേടിച്ച് അതിൽ വിഷം കലക്കി ഞാൻ കണ്ട്, അത് കാരണം ഞങ്ങൾ ഒലിച്ച് ഓടി. കുട്ടികളോട് സ്നേഹം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരുമായിട്ടും നല്ല സ്നേഹമായിട്ട് അവരുടെ കുടുംബമായിട്ട്. അവൻ പണിക്ക് പോകുകയാണെങ്കിൽ അവൻ എണിക്കുന്നതിന് മുമ്പ് പാത്രത്തിൽ ചോറ് വരെ ഇട്ട് വെക്കണം. അത്ര ഉത്തരവാദിത്തത്തോട് കാര്യങ്ങളാണ്. അവൻ പോയി 9 മണിക്ക് മുമ്പ് അവക്കടെ പണിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ കഴുകി അവൾ അടയിലിടും. എല്ലാ കാര്യം കറക്റ്റ് ആവക്കട കാര്യം. ഈ കുട്ടിയുടെ അമ്മ പക്ഷെ ആളുകളോട് മിണ്ടില്ല. ഈ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഈ വാലടച്ചിട്ടുള്ളൂ. ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എറാൻ തൂക്കാൻ നേരത്തും അടിക്കാൻ നേരത്തുമാണ് ഞങ്ങൾ അതിനെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ബാക്കിയുള്ള സമയം മുഴുവനും പുറകില്ല. ഈ പുറകിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കും. അല്ലാതെ ഫ്രണ്ടിൽ മനുഷ്യൻ നിൽക്കുന്നിടത്ത് കൂടെ വരില്ല. പിന്നെ അതുപോലെ തന്നെ അവൾ വീട്ടിൽ പോണ സമയത്ത് ഈ റോട്ടിൽ കൂടെ അല്ല അപ്പുറം കയറി അവരെ ആട്ടും കൂടി ഇരിക്കണ പുറകിൽ കൂടെ വണ്ടി വിളിച്ച് അതിലേ പോകുള്ളൂ. കുട്ടിയുടെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഇവരെ പല പ്രാവശ്യം കൊല്ലാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് ഉപദ്രവിക്കുന്നത്, അങ്ങനെ ചോദ്യം ചേട്ടൻ ചോദിച്ചു. കുട്ടിയുടെ പിതാവിന്റെ അനുജൻ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? അവരെന്താ സംഭവിച്ചതെന്ന് ഇതുവരെ ഞങ്ങളൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ട് ചെയ്ത് ഇതെന്താണ് സംഭവിച്ചത്. ഇത് ഞങ്ങൾ ഇത് ഇങ്ങനെ ഒരു പ്രതീക്ഷ അവരിൽ നിന്നുണ്ടാകും. നല്ല പിള്ളേർ, ഈ 3 ചേട്ടനിയന്മാരും നല്ല പിള്ളേരാണ്. പക്ഷെ ഇതെന്ത് സംഭവിച്ചു എന്താണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റാതെ അയൽക്കോ അല്ലേ, അത് കാരണം മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ. എന്ത് സംഭവിച്ചു, എങ്ങനെ ഇത് സംഭവിച്ചു, കാര്യങ്ങളൊന്നും നമുക്കറിയാൻ പാടില്ല. നിങ്ങൾക്കൊന്നും ഒരിക്കലും സംശയം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഇവർക്ക് മാനസികാസ്വസ്ഥ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് പറയുന്നുണ്ട്? എനിക്ക് എന്റെ കാഴ്ചപ്പാടിൽ, നമുക്ക് ഓരോരുത്തർ ഓരോ കാഴ്ചപ്പാടാണല്ലോ. കാഴ്ചപ്പാടിൽ എന്റെ കാഴ്ചപ്പാട് പിന്നല്ലേ ഈ പെങ്കൊച്ചുണ്ടായ 2 വയസ്സായി കഴിഞ്ഞപ്പോ അതിന്റെ നെഞ്ഞത്തോട്ട് ഒരു അടി വെച്ച് കൊടുത്തിട്ട് ഇവള് ഉറക്കെ പോയി. നെഞ്ഞത്തോട്ട് അടി കൊടുത്തിട്ട് വീട്ടിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അന്ന് ഈ കുട്ടിയുടെ നെഞ്ചത്ത് അടിച്ചത് എവിടെ വെച്ചിട്ടാണ്? അത് അതിന്റെ
അകത്ത് വെച്ചാന്നാണ് പറയുന്നത്. അകത്ത് വെച്ച് അവൾ അത് കഴിഞ്ഞിട്ട് പൊക്കളഞ്ഞു. കൊച്ചിനെ കൊണ്ടുപോയില്ല. കൊച്ചിനെ അവിടെ അമ്മ നോക്കി ഇവള് പോയി കൊച്ചിനെ അടിച്ചു കഴിഞ്ഞിട്ട് എന്റെ അനിയൻ കൊച്ചി അവനൊക്കെ എടുത്തുകൊണ്ട് നടന്നു. അപ്പൊ ഈ കൊച്ചിന്റെ അമ്മേനെ കാണാനില്ലാതെ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ചെന്നെന്ന് പറയുന്നത്. അപ്പൊ ഒരു കൊച്ചിനെ ഇട്ടേച്ച് ഇങ്ങനെ പോകാൻ ഒരു സ്ത്രീക്ക് എങ്ങനെ കഴിഞ്ഞു? ആ അടി കൊച്ചിന് എത്രമാത്രം ആഘാതം ഉണ്ടാക്കിയത്? അത് അവന്റെ ചേട്ടന്റെ ഫോണിൽ പാട് കിടക്കണ്ടെന്ന് പറയാം. ചേട്ടൻ ഫോണിൽ പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഒറ്റവൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? എന്താ അത് സംഭവിച്ചതെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. ഇവിടെയാണെങ്കിൽ അവർക്ക് യാതൊരു പ്രശ്നങ്ങളില്ല. അവരാണെങ്കിൽ നല്ല രീതിയിൽ കൊച്ചുങ്ങളെ നോക്കുന്നുണ്ട്. അവിടുത്തെ അമ്മ ഈ അനുജൻ ഈ കൊച്ചിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് ആ സ്ത്രീക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ സ്ത്രീ മറ്റുള്ളവരോട് പറയണ്ടേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഈ നാട്ടിൽ ആളുണ്ടല്ലോ, അവരോട് പറഞ്ഞില്ലേ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ അതിന് മറുപടി കാര്യങ്ങൾ കൊടുക്കൂലേ? അല്ലെങ്കിൽ അവരുടെ അച്ഛനോട് പറഞ്ഞാലോ, അനിയന്മാരോട് പറഞ്ഞാലോ, അല്ലെങ്കിൽ അവരുടെ അമ്മോട് പറയണം. മറ്റുള്ളവരോട് പറഞ്ഞ പേര് അമ്മോട് പറഞ്ഞാൽ പോലും നമ്മൾ ആ കാര്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടക്കും. ഇത്തിരി ഇല്ലാത്ത ഒച്ചല്ലേ? കുട്ടിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പ്രതിയുടെ വീഡിയോ പ്രേക്ഷകരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. മലയാളികളുടെ എല്ലാവരുടെയും മൊബൈലുകളിൽ വാട്സാപ്പുകളിൽ ആ വീഡിയോ കിടക്കുന്നുണ്ടാവും. അയാളുടെ നിലവിളിയും അയാളുടെ റിയാക്ഷനുകളും എല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും വളരെ വലിയൊരു ഉടായ്പിന്റെ ആശാനായിരുന്നു ഇയാൾ എന്നുള്ളത്. അയൽപക്കക്കാരും പ്രദേശവാസികളും പറഞ്ഞതെന്ന് വെച്ചാൽ എപ്പോഴും ഇയാളുടെ കൈവിരൽ തൂങ്ങിയ ഒരു കുട്ടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ കുട്ടികളോടുള്ള സ്നേഹവും വാത്സല്യവും, മുട്ടായി മേടിച്ചു കൊടുക്കുക, ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇയാൾ ഈ കുട്ടികളെ അടുപ്പിക്കുവാനുള്ള സകല വിക്രിയകളും ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു തുടർച്ചയായിട്ട്. അത് അയൽവാസികൾ എല്ലാവരും പറയുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും വീടുകളിൽ ഇയാൾ കയറി ചെന്നിട്ടുണ്ട്. ഈ അയൽപക്കത്തുള്ള ഇയാൾ കയറി ചെന്നിരുന്ന എല്ലാ വീടുകളിലും പോയി ചോദിക്കേണ്ട അവസ്ഥയാണ്. അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ 5 വയസ്സും 2 വയസ്സും 3 വയസ്സും ഒക്കെയുള്ള ഒട്ടനവധി കുട്ടികളുണ്ട് ഇവിടെ. ആളുകൾ ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്ന തൊട്ടടുത്തടുത്തായി ഒരുപാട് വീടുകളാണ് ഇവിടെയുള്ളത്. ആ വീടുകളെല്ലാം കുട്ടികളുണ്ട്. ഇയാൾ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളും കയറി ചെന്നിട്ടുണ്ട്. ഇരയാക്കപ്പെട്ട ഈ കുട്ടിയും പലപ്പോഴും ഇയാളെ പേര് വിളിച്ചിരുന്നു എന്നുള്ളത് കുട്ടിയുടെ പിതാവ് പറയുന്നുണ്ട്. ഇയാൾ ചെന്ന് കയറിയിടത്തൊക്കെ ഇയാൾ കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടാവാം. ഇയാളുടെ കൈക്കുള്ളിൽ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ സഹോദരനും കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ പൊന്നുമോൾക്ക് എന്തറിയാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് ചെയ്യുന്നത്? ഇയാൾ എന്തൊക്കെയാണ് കാണിച്ചു? ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യാറുണ്ടാവും. താലോലിക്കുന്നതാവും, അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി കരുതലോടി ചേർത്ത് പിടിക്കുന്നതാവും എന്നൊക്കെയല്ലേ ഈ കുട്ടിക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ കുട്ടി ആ വീട്ടിലുണ്ടായിരുന്ന മറ്റംഗങ്ങളുടെ അടുത്തേക്ക് ഇത് പറയാതിരുന്നത് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മിക്കവാറും ഈ കുട്ടി എന്തെങ്കിലുമൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാവാം. കാരണം പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഈ കുട്ടി ഇരയാക്കപ്പെട്ടു എന്നുള്ളത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. അങ്ങനെയെങ്കിൽ കുട്ടി തീർച്ചയായിട്ടും ആ വീട്ടിലുള്ള വല്യമ്മയോടോ മറ്റു കുടുംബാംഗങ്ങളോടോ സൂചിപ്പിച്ചിട്ടുണ്ടാവാം. കുടുംബാംഗങ്ങളായിട്ടുള്ള മറ്റാരെങ്കിലുമാണ് ഇതിൽ പ്രതിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? പോലീസ് കുടുംബത്ത് കയറും എന്നുള്ള സംഗതി ഉള്ളത് കൊണ്ട് ഇവർ മറച്ചു വെച്ചതാണ് എന്നുള്ളത് ഏകദേശം നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെയുണ്ടെങ്കിൽ ആ കുടുംബാംഗങ്ങളായിട്ടുള്ള സകലമാന ആളുകളെയും അയൽപക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അവരെയും അറസ്റ്റ് ചെയ്ത് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ അകത്തിടണം. പോലീസ് ആ സംസ്കാര ചടങ്ങിനിടയിലൊക്കെ ഈ കുട്ടിയുടെ പിതാവിന്റെ സഹോദരങ്ങളെ എല്ലാവരെയും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് സത്യത്തിൽ നടക്കുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലായിരുന്നില്ല. പക്ഷേ ഇയാൾ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി, കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പോലീസിന്റെ വലയിൽ കൃത്യമായി സംസ്കാര ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ പോലീസ് കൃത്യമായി ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണ്. അയാൾ പോലും നടുങ്ങി പോവുകയാണ്. വളരെ പെട്ടെന്നുള്ള ഓരോരോ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അയാൾക്ക് അധികം സമയം പിടിച്ചു നിൽക്കാൻ വേണ്ടി ആയില്ല. പെട്ടെന്ന് തന്നെ അയാൾ കീഴടങ്ങുകയായിരുന്നു. നമസ്കാരം സാർ. നമസ്കാരം സാർ. പിന്നെ ഈ കുട്ടിയുടെ മൂത്ത കൊച്ചു പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു മീൻസ് ആ കൊച്ചു പലപ്പോഴും ആ കുട്ടി പലപ്പോഴും അന്ത്യരംഗത്തുള്ള ഈ പ്രതിയുടെ കൂടൊപ്പം ഉറങ്ങിയിട്ടുണ്ട്. ആ വീട്ടിലുണ്ടാവും. അതിനൊന്നും തെളിയിക്കാനുള്ള നമുക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ യൂണിറ്റ് മേധാവിയെ വിശദീകരിക്കുള്ളൂ. കേട്ടോ? ഓക്കെ. മുൻപ് ഭിക്ഷാടകരുടെ ഒരു വാർത്ത ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഈ ടെന്റുകൾക്കടിയിൽ ഇങ്ങനെയുള്ള പാലത്തിനടിയിൽ ഇങ്ങനെ ഒട്ടനവധി ടെന്റുകൾ ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്തടി കൊതുകുവലയുടെ ടെന്റുകൾ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. ഈ ടെന്റുകൾക്ക് ഓരോ ടെന്റുകളുടെ ഉള്ളിൽ 4-5 കുട്ടികളാണ് കിടന്നുറങ്ങുന്നത്. ഈ കുട്ടികൾ രാത്രി 3 മണിക്കും അല്ലെങ്കിൽ പുലർച്ചെ 2 മണി 2:30 മണി ആ സമയത്തൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. മദ്യപിച്ചും അല്ലെങ്കിൽ കഞ്ചാവ് പോലുള്ള സാധനങ്ങൾക്ക് കുത്തി കയറ്റിട്ട് യാതൊരു ബോധവുമില്ലാതെ ആടി ഈ ഓരോ ടെന്റിലും കയറി ഇറങ്ങി കുറച്ച് സമയം ഇവിടെ കിടന്ന് ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത ടെന്റിൽ പോയി കിടന്ന് ഇതിങ്ങനെ നിരന്തരം ചെയ്യുന്ന ആളുകളുടെ വിഷ്വലടക്കം ഞാൻ അവരോടൊപ്പം വേഷം മാറിപ്പോയി അന്തി ഉറങ്ങി ഞാൻ ആ വിഷ്വലുകളൊക്കെ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിൽ കൃത്യമായി ഞാൻ പ്രതിപാദിച്ചിരുന്നു, ഈ കുട്ടികളൊക്കെ രാത്രി പുലർച്ചെ സമയത്ത് ഇവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു CC ക്യാമറയെങ്കിലും ഈ പാലത്തിനടിയിലൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ് കുട്ടികൾക്ക് സംഭവിക്കുന്നുള്ള നടുക്കുന്ന വിവരം പുറലോകം അറിയുമെന്നുള്ളത് പറഞ്ഞപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല. ഇന്നിപ്പോൾ സംസ്കാര സമ്പന്നരെന്ന് ഊറ്റം കൊള്ളുന്ന നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് നമ്മുടെ കുട്ടി, നമ്മുടെ പൊന്നുപോലെ നമ്മൾ നെഞ്ചോടൊപ്പം ചേർത്ത് പിടിച്ച് നമ്മൾ വളർത്തുന്ന നമ്മുടെ കുട്ടി 4 വയസ്സും 6 മാസവും മാത്രം പ്രായമുള്ള, ഒന്നും അറിയാൻ പാടില്ലാത്ത, ചക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കെന്ന് മനസ്സിലാവുന്ന പാവം പിടിച്ച കുട്ടി, അതിനെ സ്നേഹിച്ച് താലോലിച്ച് അതിനെ ചേർത്ത് പിടിക്കുന്നതാണ് ഇവൻ ചെയ്ത ഓരോ ക്രൂരമായിട്ടുള്ള പീഡന മുറകളും. ഈ കുട്ടി വിചാരിക്കുന്നത് എന്തായിരിക്കും? ഈ കുട്ടിയെ സ്നേഹിക്കുന്നതായിരിക്കും, ഈ കുട്ടിയെ ചേർത്ത് നിർത്തുന്നതായിരിക്കും എന്നുള്ളതാണ് ആ കുട്ടി വിചാരിച്ചിട്ടുണ്ടാവുക. എത്ര വലിയ സഹിക്കാനാവുന്നില്ല. ഒരു വാക്ക് പോലും നമുക്ക് സംസാരിക്കാൻ വേണ്ടി കിട്ടുന്നില്ല. അവനൊക്കെ ഈ നമ്മളിപ്പോൾ പറയുമല്ലോ, ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ നല്ല ഒന്നാം തരം നല്ല അന്തസ് പോലീസുകാരുണ്ട്. ഇടിച്ചിവൻ്റെ അണ്ണാക്ക് പുറത്തേക്ക് അടിക്കണം. നല്ല പോലീസുകാരുണ്ട്, നല്ല മക്കളുള്ള ഒട്ടനവധി പോലീസുകാർ ഇന്നും പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഉണ്ട്. ജനമൈത്രിയൊക്കെ ആയെങ്കിലും ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഇടിക്കുന്ന പോലീസുകാർ നമ്മുടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. അതോർത്ത് നമുക്ക് സമാധാനിക്കാം. ഇപ്പോൾ ഉണ്ടെന്നല്ല ജയിലുള്ളത്. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ശിക്ഷ ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞ് ഇന്ന നാളെ മറ്റന്നാളെന്ന് പറഞ്ഞ് അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇറങ്ങി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ ആരാ?
പിന്നെ അവൻ താരമാണ്. പിന്നെ അവൻ്റെ ക്രിമിനൽ ആക്ടിവിറ്റീസുമായിട്ട് അവനൊരു വലിയൊരു ക്രൈമിന്റെ ഒരു ലോകം അവൻ തീർക്കുകയാണ്. അവന്റെ സകല അറപ്പും മാറിയാണ് അവൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇവനൊന്നും ഒരു കാരണവശാലും സമാധാനമായിട്ട് ജയിലിൽ തിന്നു കൊഴുത്ത് ജീവിക്കാൻ വേണ്ടി അനുവദിക്കരുത്. പീഡിപ്പിക്കപ്പെട്ട കുട്ടിയുടെ യാതൊരു ഐഡന്റിറ്റിയും പുറത്തു വരരുത് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ നിയമമാണ്. എന്നാൽ ഇതുമൂലം ആ കുട്ടിയുടെ ജീവൻ അപഹരിച്ച, അതിനെ മാനം കെടുത്തിയ, ഈ ലോകത്ത് ജീവിക്കാനുള്ള ആ കുട്ടിയുടെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ച അത്രയും ആളുകൾ, ആ ക്രിമിനൽസ്, അവരുടെ ആരുടെയും മുഖമോ അവരുടെ ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു ഐഡന്റിറ്റിയോ പുറം ലോകം അറിയാതിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും നാളെ തിന്നുകൊടുത്ത് ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്ന ഇവർക്ക് ജനങ്ങൾക്കിടയിൽ സ്വൈര്യമായി വിഹരിക്കാം. അവരെ ആരും ഇന്നയാളാണ്, ഈ ക്രിമിനലാണ് ഈ പോകുന്നത് എന്ന് മനസ്സിലാക്കില്ല. മാധ്യമങ്ങളിൽ അവരുടെ മുഖം പുറത്തു വന്നിട്ടില്ല. ആയതിനാൽ അവർ സേഫാണ്. ഇതൊക്കെ മാറേണ്ട കാലം അതിക്രമിച്ചില്ലേ? എല്ലാം അനുഭവിച്ച് ഈ ഭൂമിയിൽ നിന്നും നമ്മോടൊപ്പം ജീവിക്കുവാൻ വേണ്ടി എല്ലാ അവകാശവുമുള്ള ആ കുട്ടിയുടെ ജീവൻ പറിച്ചെടുത്ത് കളഞ്ഞവന്മാരുടെ മുഖം ഈ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുവാൻ മാധ്യമങ്ങൾക്ക് അവസരം ലഭിക്കണം. അപ്പോഴല്ലേ ഇത്തരം പ്രവൃത്തികൾ ചെയ്തവർ വീണ്ടും ചെയ്യാതിരിക്കുവാനും പുതിയതായി ഇത്തരം ക്രൈമിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ജനം കല്ലെറിയുമെന്ന ഭയപ്പാടോടെയെങ്കിലും പിന്തിരിയുവാനും കാരണമാകൂ.